ഹായ് ഫ്രണ്ട്സ്, creationz പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഫിഷ് വെച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്. അത് ചതച്ചത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അതിനുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾ അതിൽ കുറച്ചാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഞാനിവിടെ ഒരു 5 പച്ചമുളക് കീറിയതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പാണ് ചേർക്കാനുള്ള. ഞാനിവിടെ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 പീസ് കുടംപുളി എടുത്തേക്കുന്നത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളിയാണ്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് വേണം. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ അരപ്പ് നന്നായിട്ടൊന്ന് കുറുക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.